തമീം അദ്ദാരി അബൂ റുഖയ്യ റളിയല്ലാഹു അൻഹു ഒരു പലസ്തീനിയൻ സ്വഹാബി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഒരു സ്വഹാബി എങ്ങനെ പലസ്തീനിയായി? പലസ്തീൻ പിന്നീടല്ലേ ഉണ്ടായത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ച് ഏറ്റവും മഹത്തായ സമാഹാരം രചിച്ച ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് എന്ന പണ്ഡിതൻ 1300കളിൽ രചിച്ച തന്റെ ഗ്രന്ഥത്തിൽ ഈ സ്വഹാബിയെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതിനാൽ 1300കളിലേക്ക് തന്നെ പോകുമ്പോൾ പോലും നമ്മുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഈ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പലസ്തീൻ ദേശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരാളെ ഇങ്ങനെ പ്രത്യേകം തിരിച്ചറിഞ്ഞു വിളിച്ചത് ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലെ ജനങ്ങളെ, മസ്ജിദുൽ അഖ്സയെ ചുറ്റിപ്പറ്റിയുള്ള മുസ്ലിമീങ്ങളെ പ്രശംസിക്കുന്ന ഹദീസുകളിൽ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. അന്ന് അവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ നബി അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഭാവിയെ ലക്ഷ്യമാക്കി ഒരു പ്രവചനം നടത്തുകയായിരുന്നു. പിന്നീട് ആ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തിക്കുന്ന ആദ്യ പ്രതിനിധികളായി അവിടങ്ങളിൽ നിന്ന് തന്നെ ചില ആളുകൾ നബിയുടെ അടുക്കലേക്ക് വന്നു. തമീം അദ്ദാരി റളിയല്ലാഹു അൻഹു അവരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് പലസ്തീനിൽ വലിയൊരു സന്തതി സമൂഹം തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഭൂമിയെ പൂർണ്ണമായും മോചിപ്പിക്കട്ടെ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള ബന്ധത്തിന്റെ അടയാളങ്ങളാണ്. അദ്ദേഹം എങ്ങനെ നബിയുടെ ജീവിതത്തിലേക്ക് വന്നു? അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകന്റെ അടുക്കൽ അദ്ദേഹം എങ്ങനെ തന്റെ സ്ഥാനങ്ങളാൽ ഉയർന്നു? ആദ്യകാലം തമീം റളിയല്ലാഹു അൻഹു ഒരു പലസ്തീനിയൻ ക്രിസ്ത്യാനിയായിരുന്നു. ഷാമിലായിരുന്നതിനാൽ അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലാണ് ജീവിച്ചിരുന്നത്. റോമൻ സാമ്രാജ്യം നൈസീൻ ക്രീഡിനെ ഏകീകരിക്കാൻ ശ്രമിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതിനാൽ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം അവരുടെ ഭൂപ്രദേശങ്ങളിലുടനീളം ക്രമീകരിക്കപ്പെടുകയും ഏകീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യാപാരിയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ക്യാരവാനുകൾ നയിച്ചിരുന്ന ഒരാൾ, കച്ചവടം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ നബിയുടെ പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മക്കയിൽ നിന്ന് വേനൽക്കാല യാത്രകളിൽ ഷാമിലേക്ക് വരുന്ന അറബികളുമായി അദ്ദേഹം ഇടപെടുമായിരുന്നു. അവർ മുഖേന മക്കയിലും മദീനയിലും സംഭവിക്കുന്ന കാര്യങ്ങളുടെ വാർത്തകൾ അറിയും. അങ്ങനെ വ്യാപാരിയായിരിക്കെ അദ്ദേഹം ഇടപഴകിയിരുന്ന വ്യാപാരികൾ മുഖേന അദ്ദേഹത്തിന്റെ കൗതുകം ഉണരാൻ തുടങ്ങി. അദ്ദേഹം സത്യം തേടുന്ന ഒരാളായിരുന്നു. ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു ആചാരനിഷ്ഠനായ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് തൗറാത്ത് അറിയാം. അന്നത്തെ രൂപത്തിലുള്ള ഇഞ്ചീലിനെയും അദ്ദേഹത്തിന് അറിയാം. ആദ്യഘട്ടത്തിൽ പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അഗാധമായ അറിവ് ലഭിക്കുന്നതിന് മുൻപ് അവിടെ നിലനിന്നിരുന്ന വിഗ്രഹാരാധനകളിൽ നിന്ന് ഉദിച്ചുവന്ന മറ്റൊരു ബഹുദൈവാരാധനപരമായ മതം മാത്രമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അനുമാനം. എന്നാൽ ആളുകളുടെ മനോഭാവത്തിൽ അദ്ദേഹം പതുക്കെ അറിഞ്ഞു തുടങ്ങി, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബിയുടെ സന്തതിയിൽപ്പെട്ട ഒരാളാണെന്ന്. അദ്ദേഹം തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നുവെന്ന്, അദ്ദേഹം ഈസാ നബിയെ അംഗീകരിക്കുന്നുവെന്ന്. ഇത് അത്യന്തം ശ്രദ്ധേയമാണ്. അബിസീനിയയിലെ നജാഷിയുടെ അത്ഭുതത്തെ പോലെ തന്നെ അദ്ദേഹം ക്രിസ്തുവിനെ അംഗീകരിച്ചു, ഗ്രന്ഥങ്ങളുടെ പ്രവാചകന്മാരെ അംഗീകരിച്ചു, തൗറാത്തിനെയും ഇഞ്ചീലിനെയും അംഗീകരിച്ചു. അങ്ങനെ നബി ആരാണെന്നും അദ്ദേഹം എന്തിലേക്കാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. തമീം അദ്ദാരി റളിയല്ലാഹു അൻഹു തന്റെ പലസ്തീൻ പ്രദേശത്തെ അഹ്ലുൽ കിതാബിലെ ചില പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകുന്നു. അവരിൽ തൗറാത്തിൽ അത്യന്തം അഗാധമായി അറിവുള്ള ഒരു പ്രത്യേക റബ്ബിയുടെ അടുക്കലേക്കാണ് അദ്ദേഹം പോകുന്നത്. തമീം റളിയല്ലാഹു അൻഹുവിനും തൗറാത്തിൽ അറിവുണ്ടായിരുന്നു. അദ്ദേഹം ആ റബ്ബിയോട് തന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ നാം ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലാണ്? അമ്പിയാക്കളോടുള്ള ക്രമവികാസത്തിൽ നാം എവിടെയാണ്? ഞാനൊരു യഹൂദനാകണോ? ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കണോ? എവിടെയാണ് ഞാൻ തുടരേണ്ടത്? ആ റബ്ബി അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചു, ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു, എല്ലാം ഒന്നിച്ചു ചേർക്കുന്ന ഒരു പ്രവാചകൻ. അടയാളങ്ങൾ വ്യക്തമാക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതിയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഒരു പ്രവാചകൻ ഉദിക്കുന്നു. ആ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു, തൗറാത്തിനെയും ഇഞ്ചീലിനെയും അംഗീകരിക്കുന്നു. അവിടെ നിന്ന് ഈ സൂചന ലഭിച്ചപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിത്വത്തിന്റെ പണ്ഡിതനായ ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് പോകുന്നു.
ആ പുരോഹിതൻ അദ്ദേഹത്തോട് തുറന്നു സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഈസ അലഹിസലാം തന്റെ മതം ആചരിച്ചിരുന്ന രീതിയിൽ ഞങ്ങൾ ഇനി മതം ആചരിക്കുന്നില്ല, അതായത് ക്രിസ്ത്യാനികളുടെ യേശു. ഇപ്പോൾ എല്ലാം ഒന്നിച്ചു കൂട്ടുന്ന ഒരു പ്രവാചകൻ വരേണ്ട സമയം വന്നിരിക്കുന്നുവെന്നും അഹ്ലുൽ കിതാബ് രാഷ്ട്രീയപരമായും മതശാസ്ത്രപരമായും പിളർന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ ഈ ചിതറിക്കിടക്കുന്നവ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ആ പ്രവാചകൻ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനിത്വത്തിന്റെ വിവിധ രൂപങ്ങളെ നിരോധിക്കുകയും പേർഷ്യക്കാർ ക്രിസ്ത്യാനിത്വം വ്യത്യസ്ത രീതിയിൽ ആചരിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ അനേകം ഭിന്നതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റബ്ബിയും ആ പുരോഹിതനും ഇക്കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. എല്ലാം വീണ്ടും ഒന്നിച്ചു കൂട്ടുന്ന ഒരു പ്രവാചകൻ വരാനിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഉപേക്ഷിക്കപ്പെട്ട ചില താഴ്വാരങ്ങളിലേക്ക് പോകും, അവർ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ദിനം ഞാൻ അവരുടെ കൂടെ പോയി. അപ്പോൾ ഒരു ജിന്ന് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളിലേക്ക് അഭയം തേടുന്നത് നിർത്തൂ. അത് ഇസ്ലാം സ്വീകരിച്ച നീതിമാനായ ജിന്നായിരുന്നു. അവൻ പറഞ്ഞു, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ അഭയം തേടേണ്ടത്. നിങ്ങളുടെ രക്ഷിതാവ് ഒരു സന്ദേശവും ഒരു ദൂതനെയും അയച്ചിരിക്കുന്നു. അത് ആകാശത്തെയും ഭൂമിയെയും സംബന്ധിച്ച വാർത്തകളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. അങ്ങനെ നബിയുടെ വരവിനെ കുറിച്ച് എല്ലാ അടയാളങ്ങളും ഒരേ ദിശയിലേക്ക് വന്നു ചേർന്നു. അതിനാൽ വഫൂദുകളുടെ വർഷത്തിൽ അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് യാത്ര തിരിക്കുന്നു. 10 പേരോടുകൂടിയാണ് അദ്ദേഹം മദീനത്തുൽ മുനവറയിലേക്ക് എത്തുന്നത്. അവരിൽ അദ്ദേഹത്തിന്റെ സഹോദരനും മഹത്തായ ഒരു സ്വഹാബിയുമായ അബൂ ഹിന്ദ് അദ്ദാരി റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആ അത്ഭുതകരമായ കാര്യം അരങ്ങേറുന്നത്. അദ്ദേഹം നബിയുടെ അടുക്കലെത്തി തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഇത് സ്വഹീഹ് മുസ്ലിമിൽ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വിവരണത്തിലൂടെയാണ് പറയുന്നത്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും അപ്പോൾ തന്നെ മസ്ജിദിലേക്ക് വരാൻ പറഞ്ഞു. നബി ഞങ്ങളോടൊപ്പം നിസ്കരിച്ചു. പിന്നീട് നബി മിൻബറിൽ ചിരിച്ചുകൊണ്ട് ഇരുന്നു. സാധാരണയുള്ള പുഞ്ചിരിയേക്കാൾ വിപുലമായ ഒരു പുഞ്ചിരി. പ്രവാചകന്റേത് ശബ്ദമില്ലാത്ത ചിരിയായിരുന്നു. എന്നാൽ അദ്ദേഹം സന്തോഷത്തോടെ കാണപ്പെട്ടു. അദ്ദേഹം മിൻബറിന്മേൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഓരോരുത്തരും താൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് മുമ്പ് തന്നെ സംസാരിച്ചു. അദ്ദേഹം അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നബി അദ്ദേഹത്തെ അത്യന്തം മനോഹരമായി വിവരണം ചെയ്തിരുന്നു. ഇപ്പോൾ വന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ നബിയുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യൻ തമീം അദ്ദാരി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പോൾ ബൈഅത്ത് നൽകി ഇസ്ലാം സ്വീകരിച്ചു. തമീം ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. അത് ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമായി ഒത്തുചേരുന്നതും അതിനെ സ്ഥിരീകരിക്കുന്നതുമാണ്. എന്താണ് ആ അനുഭവം എന്നല്ലേ? തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ലഖം, ജുദാം ഗോത്രങ്ങളിൽപ്പെട്ട 30 ആളുകളോടൊപ്പം ഒരു കടൽ കപ്പലിൽ യാത്ര ചെയ്തു. ഒടുവിൽ കടലിൽ 1 മാസം ഞങ്ങൾക്ക് വഴിതെറ്റി. ഞങ്ങൾ ആരും തിരിച്ചറിയാത്ത ഒരു ചെറിയ ദ്വീപിൽ എത്തിപ്പെട്ടു. അന്ന് സൂര്യാസ്തമയ സമയത്താണ് ഞങ്ങൾ ആ കരയിലെത്തിയത്. ഞങ്ങളുടെ കപ്പൽ വിട്ടിറങ്ങി. അപ്പോൾ അത്യന്തം രോമാവൃതമായ വിചിത്രമായ ഒരു ജീവിയെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഒരു ജീവിയെ ഞങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങൾ ആ ജീവിയോട് പറഞ്ഞു, നീ ആരാണ്? ജീവിയുടെ മറുപടി, ഞാൻ ജസാസയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഈ അൽ ജസാസ? അപ്പോൾ ആ ജീവി പറഞ്ഞു, ഏ ഹയ്യുൽ ഖയ്യൂം, ഈ ദൈറിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകൂ. അവന് നിങ്ങളുടെ വാർത്ത അറിയാൻ വലിയ ആകാംക്ഷയുണ്ട്. ആ കാലത്ത് ദൈർ എന്നത് ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ആ ജീവിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അതൊരു ജിന്നായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. ആരാധനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ആ കുടിലിലേക്ക് കയറി. അവിടെ ഞങ്ങൾക്ക് മുൻപിൽ ഒരു മനുഷ്യനെ കണ്ടു. ഇതുവരെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശരീരമുള്ള മനുഷ്യൻ. അവന്റെ കൈകൾ കഴുത്തിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. തലയും കൈകളും മുട്ടുകളിലേക്കും കാലുകളിലേക്കും ബന്ധിച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാനാവില്ല, ഞാൻ ബന്ധിതനാണ്. അതിനാൽ ആദ്യം എനിക്ക് നിങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആരാണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറബുകാരാണ്. ഞങ്ങളൊരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് ബാധിച്ചു. വഴി തെറ്റി ഈ ദ്വീപിലെത്തി. ഇവിടെ ആ രോമങ്ങളാൽ മൂടിയ ഒരു ജീവിയെ കണ്ടു. അതാണ് ഞങ്ങളെ നിന്റെ അടുത്തേക്ക് നയിച്ചത്. ഞങ്ങൾ അവനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. അവന്റെ സമീപത്ത് സുരക്ഷിതമല്ലെന്ന് തോന്നി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു,
ബൈസാൻ നഗരത്തിലെ ഈന്തപ്പനകളെക്കുറിച്ച് എന്നോട് പറയൂ. അവിടെ ധാരാളം ഈന്തപ്പനകളുണ്ടോ? അവ ഫലം കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, എല്ലായിടത്തേക്കാൾ കൂടുതലായി അവിടെ ധാരാളം ഈന്തപ്പനകളുണ്ട്. അവൻ പറഞ്ഞു, വളരെ വേഗം അവിടെയുള്ള ഈന്തപ്പനകളും ഫലങ്ങളും കുറയാൻ പോകുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജോർദാനിൽ ഈന്തപ്പഴം അപൂർവമാണ്. ചരിത്രത്തിൽ ഒരിക്കൽ അത് സമൃദ്ധമായിരുന്നു. അടുത്തതായി അവൻ ചോദിച്ചു, ബുക്കൈറത്ത് തബരിയെക്കുറിച്ച് പറയൂ. തബരിയ എന്നതൊരു കടലാണ്. ഞങ്ങൾ ചോദിച്ചു, അതിനെക്കുറിച്ച് എന്താണ് നിനക്ക് അറിയേണ്ടത്? അവൻ ചോദിച്ചു, അതിൽ വെള്ളമുണ്ടോ? അതെ, അതിൽ ധാരാളം വെള്ളമുണ്ട്. അവൻ പറഞ്ഞു, വളരെ വേഗം അതിലെ വെള്ളം വറ്റിപ്പോകും. അതിന് നിലനിൽക്കില്ല. ഇന്നതിൽ മുൻപത്തേക്കാൾ വളരെയധികം വെള്ളം കുറഞ്ഞിരിക്കുന്നു. പിന്നീട് അവൻ ചോദിച്ചു, സുഹൈർ ഉറവയെക്കുറിച്ച് പറയൂ. അത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏകദേശം 3 ദിവസത്തെ നടപ്പായ ദൂരത്തിലാണ്. അവിടെ ധാരാളം വെള്ളമുണ്ടോ? ആളുകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, അവിടെ ധാരാളം വെള്ളമുണ്ട്. ആളുകൾ കൃഷി ചെയ്യുന്നു. ഇന്ന് ഖലീൽ തടത്തെ നോക്കിയാൽ അത് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും താഴ്ന്ന ജലനിരപ്പുള്ള തടാകമാണ്. ഇന്ന് വെള്ളം തീരാനായ അവസ്ഥയിലാണ്. പിന്നീട് അവൻ ചോദിച്ചു, വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു നബിയെക്കുറിച്ച് പറയൂ. അദ്ദേഹം എന്ത് ചെയ്തു? ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം മക്കയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ മദീനയിൽ താമസിക്കുന്നു. അവൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ? ഞങ്ങൾ പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റുമുള്ള അറബികളെ കീഴടക്കി. അവർ അദ്ദേഹത്തെ അനുഗമിച്ചു. അന്ന് സീറത്തിന്റെ അവസാന ഘട്ടമായിരുന്നു. ബദർ, ഉഹദ്, മറ്റു യുദ്ധങ്ങൾ. ഒടുവിൽ മക്ക വിജയിച്ചു. നബി ശത്രുക്കളെ കീഴടക്കി. അറബികൾ അദ്ദേഹത്തെ പിന്തുടർന്നു. അവൻ പറഞ്ഞു, അവരെ സംബന്ധിച്ച് അത് നന്മയാണ്, അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്. പിന്നീട് അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ആരാണെന്ന്. അവൻ പറഞ്ഞു, ഞാൻ മസീഹ് അദ്-ദജ്ജാലാണ്. നിങ്ങൾ പറഞ്ഞ ഈ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗം എനിക്ക് പുറത്തു വരാൻ അനുമതി ലഭിക്കും. ഞാൻ ഭൂമിയാകെ സഞ്ചരിക്കും. 40 ദിവസത്തിനുള്ളിൽ ഒരു നഗരമോ ഗ്രാമമോ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. എല്ലായിടത്തും ഞാൻ എത്തും. എന്നാൽ 2 സ്ഥലത്ത് ഒഴികെ, മക്കയും മദീനയും. അവ രണ്ടും എനിക്ക് വിലക്കപ്പെട്ടതാണ്. ഓരോ തവണയും ഞാൻ അവിടെ പ്രവേശിക്കുമ്പോൾ വാൾ പിടിച്ച ഒരു മലക്കവിടെയുണ്ടാകും, എന്നെ തടയും. അപ്പോൾ നബി തന്റെ ചങ്ങല കൊണ്ട് നിലം തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് ത്വയ്ബ. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് അത്യന്തം അത്ഭുതകരമാണ്. സഹീഹ് മുസ്ലിമിൽ ദജ്ജാലിനെ കുറിച്ചുള്ള ഇത്ര വ്യക്തമായ വിവരണം ലഭിക്കുന്ന ഏക സംഭവം ഇതാണ്. ദൂരദേശത്ത് നിന്ന് വന്ന ഒരു സ്വഹാബിയിലൂടെയാണ് ഇതെത്തുന്നത്. അന്ന് അദ്ദേഹത്തോടൊപ്പം 10 പേർ ഇസ്ലാം സ്വീകരിച്ചു. നബി പിന്നീട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞത് ഇതുമായി യോജിക്കുന്നില്ലേ? എല്ലാവരും പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്, ഇത് നിങ്ങൾ പറഞ്ഞതുമായി പൂർണ്ണമായും യോജിക്കുന്നു. ദജ്ജാലിനെ ആ രൂപത്തിൽ കാണുന്ന ഏക സ്വഹാബി പലസ്തീനിയൻ സ്വഹാബിയായ തമീം അദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്. അതിന് ദജ്ജാലിനോടും ആ പ്രദേശത്ത് നിന്ന് ഉയരുന്ന അധിനിവേശത്തോടും വഞ്ചനയോടും വ്യക്തമായ ബന്ധമുണ്ടെന്നതിൽ സംശയമില്ല. ദജ്ജാലുമായി ബന്ധപ്പെട്ട ഈ ദർശനം ആ പ്രദേശത്ത് വെച്ചാണ് രേഖപ്പെടുത്തിയത്. അവർ ആ ദ്വീപ് വിട്ടു പോയോ? വേറെ എവിടെയെങ്കിലും പോയോ? അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ഏതെങ്കിലും സ്ഥലത്ത് നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ടോ? തമീം അവനെ ഒരു സ്വപ്നത്തിലായിരിക്കുമോ കണ്ടത്? അല്ലെങ്കിൽ അല്ലാഹു അവരെ ഏതെങ്കിലും രൂപത്തിൽ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചോ? ഇതൊക്കെ ഒരു വേറിട്ട ചർച്ചയാണ്. അവരെ മറ്റൊരു തരത്തിലുള്ള ദർശനത്തിലൂടെ കണ്ടതാണോ എന്നതുപോലും. നിങ്ങൾക്ക് പ്രയോജനം നൽകാത്ത അറിവുകളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക. ഇതിനുശേഷം സ്വഹാബികൾ ലോകമെമ്പാടും ഇസ്ലാം പ്രചരിപ്പിച്ചപ്പോൾ പോലും ആരും പറഞ്ഞില്ല തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ദ്വീപ് നമുക്ക് പോയി കണ്ടെത്താമെന്ന്. അവർ മനസ്സിലാക്കിയിരുന്നു അത് അല്ലാഹു തആല ആ പ്രത്യേക സ്വഹാബിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ സംഘത്തിനും ആ വ്യക്തിയെ നേരിട്ട് കണ്ടുമുട്ടിയ ആളുകൾക്കും വേണ്ടി മാത്രം കാണിച്ച അത്ഭുതമാണെന്ന്. ചില പണ്ഡിതന്മാർ പറയുന്നു, പ്രത്യേകിച്ച് ദജ്ജാലിനെ കുറിച്ചും ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളെക്കുറിച്ചും. നബി തന്നെയും ഇബ്നു സയ്യാദ് എന്ന പേരിലുള്ള ഒരു വ്യക്തി ദജ്ജാലാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാതിരുന്നുവെന്നത് ഓർക്കണം. അവനൊരു ശൈത്താനിക സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. സ്വഹാബികൾ അവനെ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അതായത് ഇത്തരം ഗുണങ്ങളുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ ദജ്ജാലിന്റെ പല രൂപങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഞ്ചകരായ പലരുമുണ്ട്. ജിന്നുകളുടെയും ശൈത്താന്മാരുടെയും ലോകത്തിൽ ജീവിക്കുന്നവർ.
മന്ത്രവാദത്തിന്റെയും ഭാവി പറച്ചിലിന്റെയും ലോകത്തിൽ മുഴുകുന്നവർ. അള്ളാഹു അവരിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. അതിനാൽ ഈ റിവായത്തുകളൊന്നും നിങ്ങൾക്ക് ശാസ്ത്രീയ അന്വേഷണങ്ങളാവാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ വിശ്വാസത്തെ ഈ കാര്യങ്ങളിൽ ആശ്രയിപ്പിക്കാനാവില്ല. ഇവയെ അതേപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് എല്ലാം ഏറ്റവും നന്നായി അറിയുന്നത് എന്ന് വിശ്വസിച്ച് സ്വഹാബിമാരിൽ നിന്നും നമുക്ക് ലഭിച്ചതുപോലെ സ്വീകരിക്കുക. അള്ളാഹു അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾക്ക് കാണേണ്ടത് കാണിച്ചു തരും. ഈ അനുഭവം തമീം റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് കണ്ടതല്ല. ആ യാത്രയിൽ പങ്കെടുത്ത എല്ലാ സംഘവും ദജ്ജാലിനെ കുറിച്ചുള്ള ആ ദർശനം അനുഭവിച്ചവരാണ്. തമീം റളിയല്ലാഹു അൻഹുവും സംഘവും നബിക്ക് നൽകാനായി സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. നബിക്ക് വേണ്ടി ഒരു അത്യുത്തമമായ അറേബ്യൻ കുതിര, ഒരു മനോഹരമായ അങ്കി, കൂടാതെ ഒരു കുപ്പി മദ്യം. അദ്ദേഹത്തിനത് ഹറാമാണെന്ന് അറിയില്ലായിരുന്നു. നബി ശാന്തമായി നമ്മുടെ മതത്തിൽ ഇത് നിരോധിതമാണെന്ന് അറിയിച്ചു. മദ്യം ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണമായി അത് ഉപയോഗിച്ചു. അദ്ദേഹം തന്റെ കൂടെ തന്റെ സംഘത്തോടൊപ്പം ഇസ്ലാം സ്വീകരിക്കാൻ വന്നവരോടൊപ്പം 5 അടിമകളെയും കൊണ്ടുവന്നു. നബി പറഞ്ഞു, ഈ 5 പേരെയും ഞാൻ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട ഉടൻ തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നിമിത്തം അവരെ മോചിപ്പിക്കണമെന്നാണെങ്കിൽ ഞാൻ തന്നെ അവരെ അള്ളാഹുവിന്റെ നിമിത്തം കൊണ്ട് മോചിപ്പിക്കുന്നു. അങ്ങനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന 5 അടിമകളെയും അദ്ദേഹം ഉടൻ തന്നെ മോചിപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം വന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം തന്റെ സമ്മാനങ്ങൾ നബിക്ക് നൽകി. നബിയുടെ മസ്ജിദിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും അത്ഭുതകരമായ സമ്മാനം എന്താണെന്നോ? അത് അതീവ മനോഹരമായ ഒന്നാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ജെറുസലേമിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അൽ ഖുദ്സിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിക്കുക. അത് സാധ്യമല്ലെങ്കിൽ എണ്ണ അയക്കുക. വിളക്കുകൾ തെളിയിക്കാൻ പറ്റുന്ന എണ്ണ. ബൈത്തുൽ മുഖദ്ദസിന്റെ വിളക്കുകൾ തെളിയിക്കാനായി. പലസ്തീൻ സെയ്ത്തിൽ സംബന്ധമായ ഒരു നാടാണ്, എണ്ണയിൽ സംബന്ധമായ നാട്. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, മസ്ജിദുകളിൽ എണ്ണ വിളക്കുകൾ തെളിയിച്ച ആദ്യ വ്യക്തി തമീം അദ്ദാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു പുതിയ എണ്ണവിളക്ക് സംവിധാനത്തിലൂടെ അദ്ദേഹം നബിയുടെ മസ്ജിദിനെ അലങ്കരിച്ചു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു ഖിയാമത്ത് നാളിൽ നിന്നിൽ 100 നിറയ്ക്കട്ടെ. അള്ളാഹു പലസ്തീനിലെ നമ്മുടെ സെയ്ത്തിലേക്കും നമ്മുടെ ഭൂമികളിലേക്കും നമുക്ക് വീണ്ടും പ്രവേശനം നൽകട്ടെ. ഹദീസുകളിൽ പറയുന്നു, മസ്ജിദുൽ അക്സയുടെ വിളക്കുകൾ തെളിയിക്കൂ എന്നതാണ്. പലസ്തീനിൽ നിന്നുള്ള ഈ മനുഷ്യൻ നബിയുടെ മസ്ജിദിലെ വിളക്കുകളാണ് തെളിയിച്ചത്. അദ്ദേഹത്തോടൊപ്പം വന്ന മോചിതനായ അടിമകളിൽ ഒരാൾ മസ്ജിദിലെ എല്ലാ വിളക്കുകളിലും എണ്ണ നിറയ്ക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നബി അദ്ദേഹത്തിന്റെ പേര് സിറാജ് എന്ന് മാറ്റി. സിറാജ് എന്നത് വെളിച്ചം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ ഇമാം സിറാജ് വഹാജ് എന്ന പേര് കേൾക്കുന്നത്. തമീം റളിയല്ലാഹു അൻഹു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നബിയുടെ ഏറ്റവും ഉന്നതവും നീതിമാനുമായ സ്വഹാബിമാരിൽ ഒരാളായി ഉയർന്നു. അദ്ദേഹം നബിയോട് ചോദിച്ചു, അഹ്ലുൽ കിതാബിൽ നിന്നുള്ള ഒരാൾ മറ്റൊരാളുടെ കൈകളിലൂടെ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച സുന്നത്ത് എന്താണ്? നബി മറുപടി കൊടുത്തു, അവൻ ആ മനുഷ്യന്റെ ജീവിതത്തിലും മരണത്തിലും ഏറ്റവും അടുത്ത വ്യക്തിയാണ്. നിങ്ങൾ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ചെയ്യുന്ന ഉപകാരത്തിന്റെ മഹത്വമാണിത്. ഇവിടെ പ്രത്യേകിച്ച് അഹ്ലുൽ കിതാബിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം തമീം റളിയല്ലാഹു അൻഹു തന്നെ അഹ്ലുൽ കിതാബിൽ നിന്നുള്ള ആളായിരുന്നു. തൗറാത്തും ബൈബിളും അറിഞ്ഞ പണ്ഡിതൻ. അതിനാൽ പലസ്തീനിലെ തന്റെ ജനങ്ങളോടും യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ളവരോടും സംസാരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഖുർആനിനോടുള്ള അദ്ദേഹത്തിന്റെ അതിവേഗ സമർപ്പണം ശ്രദ്ധേയമായിരുന്നു. ചില പണ്ഡിതർ പറയുന്നു, ഖുർആൻ ഏറ്റവും വേഗത്തിൽ ഹിഫ്ളാക്കി മാറ്റിയ വ്യക്തികളിൽ ഒരാളാണ് തമീം റളിയല്ലാഹു അൻഹു. നബിയെ അവസാന വർഷത്തിലാണ് കണ്ടതെങ്കിലും അദ്ദേഹം ഖുർആൻ പൂർണ്ണമായും ഹിഫ്ളാക്കിയിരുന്നു. ഖുർആനിൽ അത്രമേൽ പ്രാവീണ്യം നേടിയതുകൊണ്ട് ആദ്യകാലം മുതൽ മുസ്ലിമീങ്ങളായ സ്വഹാബിമാർക്ക് പോലും അദ്ദേഹം ഇമാമായി. ഖുർആൻ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മുൻകാല പാണ്ഡിത്യം വളരെ സഹായമായിരുന്നു. ഖുർആനിനോട് പ്രണയവും ദീനിനോട് സമർപ്പണവുമുള്ള ആരാധകനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ശാകിർദന്മാരിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നിവരും മഹാനായ സ്വഹാബിമാരും ഉണ്ടായിരുന്നു. ഒരു ഹാഫിൽ, ഒരു പണ്ഡിതൻ, മുൻകാല പാണ്ഡിത്യം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യക്തി, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇസ്ലാമിൽ പ്രത്യേക സ്ഥാനം ഏറ്റെടുത്ത ഒരാൾ.
അദ്ദേഹത്തെക്കുറിച്ച് നിവേദനം ചെയ്യപ്പെട്ട ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്ന് നബി പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാത്ത ഒരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ നിങ്ങളെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ. ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. നബിയുടെ ബന്ധുവായ നൗഫ് ഇബ്നു അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്. അങ്ങനെ തമീം റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം മകളെ വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ നബിയുടെ ജീവിതത്തിലേക്ക് വളരെ വൈകിയെത്തിയിട്ടും അതീവ ഉന്നതമായ സ്ഥാനമേറ്റെടുത്ത മഹത്തായ സ്വഹാബിയായി തമീം റളിയല്ലാഹു അൻഹു മാറി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. മനുഷ്യർ തൗബ ചെയ്യുമ്പോൾ അവരെ മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് നിസ്കാരം പഠിപ്പിക്കുകയും അവരെ ഇസ്ലാമിൽ ഉറപ്പിക്കുകയും ചെയ്തു. മുസൈലിമ അൽ ഖദ്ദാബിനെ പിന്തുടർന്ന ശേഷം തൗബ ചെയ്ത മുവാവിയ ഇബ്നു ഹർമിൽ എന്ന വ്യക്തിയെ ഉമർ റളിയല്ലാഹു അൻഹു തമീം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. വിശ്വാസികളിൽ ഏറ്റവും ഉത്തമനായവന്റെ അടുക്കലേക്ക് പോവുക. തമീം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിസ്കാരത്തിലും സദഖയിലേക്കും തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം 7 ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കുമായിരുന്നു. തമീം റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ മൊത്തമായും പാരായണം ചെയ്യുന്നവരിൽ ഒരാളായിരുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ ഒരായത്ത് മാത്രം വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തമീം റളിയല്ലാഹു അൻഹുവിന് നബിയുടെ മസ്ജിദിന്റെ മിൻബറിൽ പഠിപ്പിക്കാൻ അനുമതി ലഭിച്ചിരുന്നു. ജുമുഅയുടെ കുത്തുബയ്ക്ക് മുമ്പ് പോലും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. റമളാനിലെ തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ച 2 ഇമാമുകൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുവുമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, തമീം റളിയല്ലാഹു അൻഹു 1000 ദിർഹം വിലയുള്ള ഒരു പ്രത്യേക വസ്ത്രം നിസ്കാരത്തിനായി വാങ്ങിയിരുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ മാത്രം ധരിക്കുന്ന മറ്റൊരു വസ്ത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തമീം റളിയല്ലാഹു അൻഹു മദീന വിട്ട് പലസ്തീനിലേക്ക് മടങ്ങി. അദ്ദേഹം നബിയോട് ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ എല്ലായിടത്തും വിജയം നൽകും. അതിനാൽ ബദലഹേമിലെ ഒരു ഭൂഖണ്ഡം എനിക്കായി അനുവദിക്കുമോ? നബി പറഞ്ഞു, അത് നിനക്കുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ ഭൂമി ഇസ്ലാമിന്റെ അധീനതയിലായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അത് നിങ്ങൾക്ക് നൽകിയതിന് ഞാൻ സാക്ഷിയാണ്. അത് വിൽക്കരുതെന്ന് മാത്രം നിർദ്ദേശിച്ചു. അത് ഇന്നുവരെ തമീം റളിയല്ലാഹു അൻഹുവിന്റെ സന്തതികളുടെ കൈകളിൽ വഖഫായി നിലനിൽക്കുന്നു. ഇന്നും പലസ്തീനിലുടനീളം അദ്ദേഹത്തിന്റെ സന്തതികൾ വ്യാപിച്ചു കിടക്കുന്നു. ഹിജ്റയ്ക്ക് ശേഷം 40-ാം വർഷം അദ്ദേഹം വഫാത്തായി. തമീം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അധീനതയിലുള്ള ഖലീലിലെ ജിബ്രീനിലുള്ള ഒരു ഇസ്രായേലി കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന അവഗണിക്കപ്പെട്ട ഖബർ. പവിത്രത ഖബറിനല്ല, വ്യക്തിക്കും ദൗത്യത്തിനുമാണ്. ആ ഭൂമി ഗാസയിലെ ജനഹത്യക്ക് മുൻപേ അധീനതയിലായിരുന്നു എന്നത് മറക്കരുത്. അള്ളാഹു അദ്ദേഹത്തിനടിയിലുള്ള ഭൂമിയും ചുറ്റുമുള്ള ഭൂമിയും മോചിപ്പിക്കട്ടെ. മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കട്ടെ. ഈ ലോകത്തും പിന്നീട് ഫിർദൌസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബിമാരോടുമൊപ്പം നമ്മെ ഒരുമിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ.